Okay. What was your question? Like Okay, my application question. procedure, right? Okay. I have like ഞാൻ ഒന്നും prepare ചെയ്തിട്ടൊന്നുമില്ല. Like I was in the hope of like getting some questions from her and yeah, Murshida, right? Yes, yes, yes. Okay. അപ്പം application procedure was like ഇവിടെ ഫസ്റ്റ് ലൈക്ക് കുറെ PhD സ്റ്റുഡൻസ് ടോക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, റൈറ്റ്? അപ്പോൾ അവർ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ. ലൈക്ക് ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ഞാൻ എന്താണ് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ PhDക്ക് എന്താണ് ലൈക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് നാട്ടിൽ ഐ മീൻ ഇന്ത്യയിൽ തന്നെ ചെയ്യാനായിരുന്നു പ്ലാൻ. പിന്നെ ഓരോ സിറ്റുവേഷൻ വന്നപ്പോൾ ലൈക്ക് ഐ ഹാവ് ഡിസൈഡഡ് ടു ഡു ലൈക്ക് PhD ഫ്രം അബ്രോഡ്. സോ ദാറ്റ്സ് ദ റീസൺ ലൈക്ക് വൈ ഐ സ്റ്റാർട്ടഡ് അപ്ലൈയിങ്. ഐ മീൻ അപ്ലിക്കേഷൻ പ്രൊസീജിയർ വാസ് ലൈക്ക് ഞാൻ മെയിനായിട്ട് ചെയ്തത് എന്താണ് എൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്, ലൈക്ക് നമ്മൾ ഏത് ഫീൽഡിലാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം PhDയിൽ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ ലൈക്ക് ഓരോ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ ലൈക്ക് ഐ തിങ്ക് ദർ വാസ് എ വെബ്സൈറ്റ് ഐ വാസ് യൂസിങ് അറ്റ് ദാറ്റ് ടൈം, US ന്യൂസ്, യെസ്. അപ്പോൾ US ന്യൂസ് വെബ്സൈറ്റ് വഴി നമുക്ക് ലൈക്ക് എന്താണ് യൂണിവേഴ്സിറ്റീസിൻ്റെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ ഞാൻ അങ്ങനെ മെയിൻലി ഞാൻ US മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലൈക്ക് US ലൈക്ക് ഇതുപോലെ ആ വെബ്സൈറ്റ് എടുത്ത് ലൈക്ക് ഓരോ റാങ്കിങ്ങും ചെക്ക് ചെയ്തിട്ട് എന്താണ് ഓരോ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ കയറി എന്താണ് അതുപോലെ ഓരോ പ്രൊഫസേഴ്സിന് ലൈക്ക് ഞാൻ കുറച്ച് പേർക്ക് ഇമെയിൽ അയച്ചു. പിന്നെ അവരുടെ ലൈക്ക് അപ്ലിക്കേഷൻ ലൈക്ക് എന്തൊക്കെയാണ് അവർ റിക്വയർമെന്റ് എന്ന് നോക്കി. മെയിൻലി അതാണ് മെയിനായിട്ട് ചെയ്തത്. പിന്നെ എന്താണ് പോസിറ്റീവ് റെസ്പോൺസ് കുഴപ്പമില്ലാതെ പോസിറ്റീവ് റെസ്പോൺസ് വന്ന യൂണിവേഴ്സിറ്റികളിൽ ഞാൻ അപ്ലൈ ചെയ്തു. ലൈക്ക് പിന്നെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. Why you said you chose US, specifically US എന്തായിരുന്നു നോക്കിയത്? The reason was like my husband was here. That was the reason. Yes, our previous talker, Mr. Adil Shah. He was doing PhD there, right? Okay. Can you please talk about നിങ്ങൾ പറഞ്ഞു അപ്ലിക്കേഷൻ പ്രോസസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇമെയിൽ ചെയ്തു എന്ന് പറഞ്ഞു. So you talk about cold emailing and things. What must be something നമ്മൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ while emailing something? ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഒരുപാട് ഇമെയിൽ ഭയങ്കര ലൈക്ക് ഒരുപാട് റൈറ്റിങ്സ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ലൈക്ക് ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് ലൈക്ക് അല്ലെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു. പിന്നെ ലൈക്ക് ഫ്യൂ നമ്പർ ഓഫ് ലൈക്ക് ജസ്റ്റ് 2 പാരഗ്രാഫ് ഓർ സംതിങ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരുപാട് കാരണം പ്രൊഫസേഴ്സ് ആർ ലൈക്ക് വെരി ബിസി പേഴ്സൺസ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് നമുക്ക് ഒരുപാട് ലൈക്ക് ഐ മീൻ അങ്ങനെയല്ല, ഒരുപാട് റൈറ്റിങ്സ് വെച്ചിട്ട് അതിനെ ഫുള്ളി ഇതാക്കാതെ ലൈക്ക് വളരെ കുറച്ച് വേർഡിങ്സ് കൊണ്ട് തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. മെയിനായിട്ട് എന്താണ് എൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്, ലൈക്ക് ആർ ദേർ എനി ഓപ്പൺ പൊസിഷൻസ് അവൈലബിൾ ലൈക്ക് ഇൻ യുവർ ലാബ് വാട്ടെവർ, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു. അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു just like that. Just mention your field of interest and like open position. I mean, that's what I did. This may not be അത് കറക്റ്റ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. That's what I did. Okay, thank you. So it said it's fully funded. Actually, എങ്ങനെയാണ് the scholarship things? US PhDക്ക് നമ്മൾ എന്താണ് അഡ്മിഷൻ കിട്ടുമ്പോൾ ലൈക്ക് I think from my knowledge, like most of the students are getting like ഒരു സ്കോളർഷിപ്പ്, ഐ മീൻ ഫണ്ടിങ്ങോടെ തന്നെ PhDക്ക് അഡ്മിഷൻ കിട്ടാറുള്ളൂ. ലൈക്ക് മെയിൻലി ലൈക്ക് there are like I think എന്താണ് ഒന്ന് ലൈക്ക് GA ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പ്, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് TA GA ആൻഡ് നമുക്ക് വേറെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെലോഷിപ്പ് നമുക്ക് ഔട്ട്സൈഡിൽ നിന്നും എടുക്കാം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എന്താണ് ഞാൻ ലൈക്ക് ഇപ്പോൾ ഞാൻ TA ആയിട്ടാണ്, ടീച്ചിങ് അസിസ്റ്റൻഷിപ്പിലാണ്. ഐ മീൻ TA ചെയ്യുന്നുണ്ട്. ഞാൻ അണ്ടർഗ്രാഡ്സിന് ടീച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ മെയിൻ ഫണ്ട് വരുന്നത്, ലൈക്ക് മന്ത്ലി സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ചില സെമിസ്റ്റേഴ്സിൽ ലൈക്ക് ഐ വാസ് ഓൺ GA ആസ് വെൽ. അത് നമുക്ക് എന്താണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് തരുന്നതാണ്.
അങ്ങനെ പലതരത്തിലുള്ള ഫണ്ട് ഉണ്ട്. എന്തായാലും യുഎസിലേക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ ലൈക്ക് അല്ലെങ്കിൽ നമുക്ക് ചില യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് നമുക്ക് ഫണ്ട് തരാൻ കഴിയില്ല എന്ന് ചിലർ തുടക്കത്തിലേ പറയും. അപ്പൊ നമുക്ക് ഓഫർ തരുന്നുണ്ടെങ്കിൽ യുനോ ലൈക്ക് ദേ വുഡ് മെൻഷൻ യുനോ ലൈക്ക് ദാറ്റ് ഇൻ അവർ ഓഫർ ലെറ്റർ ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. That's what I. Okay, so before going for the PhD, what all preparation you did? Without nothing, you wouldn't stand out in all those applications. Korea application വരുന്നതാണ്. So what all did? Maybe internships ആയിരിക്കാം, whatever. Yeah, like when I was doing my masters, like ഞാൻ actually as I told you, like I mean in the beginning, like ഞാൻ undergrad മുതൽ PhDക്ക് പോകണം എന്നുള്ളൊരു ഒന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. And when I was doing masters, like I had a lot of friends, like around me, like I mean which like who wanted to do PhD. Okay, അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ലൈക്ക് മോട്ടിവേഷൻ കാരണം ലൈക്ക് ഐ വാസ് ലൈക്ക് എന്താണ് ഓക്കെ PhDക്ക് പോവാം. പിന്നെ ഞാൻ മാസ്റ്റേഴ്സിന്റെ ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഞാൻ ഒന്ന് രണ്ട് ലൈക്ക് അപ്പോൾ ഐസ കൊൽക്കട്ട റൈറ്റ് എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ലൈക്ക് സമ്മർ ബ്രേക്കിന് ഞാൻ ഐസ കൊൽക്കട്ടയിൽ നിന്ന് കുറച്ച് ഇന്റേൺഷിപ്പ് ചെയ്തു. പിന്നെ PG കഴിഞ്ഞിട്ടാണെങ്കിലും 6 months ലൈക്ക് ഫ്രം ഐസ ഭോപ്പാൽ ലൈക്ക് അങ്ങനെ നമ്മള് ഞാൻ കുറച്ച് ഇന്റേൺഷിപ്പ് ലൈക്ക് അങ്ങനെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ കുറച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു ബേസിസിലാണ് മെയിൻ ആയിട്ട് നമ്മള് just like that. അതാണ് എന്റെ പ്രിപ്പറേഷൻ അതായിരുന്നു. ഞാൻ അണ്ടർഗ്രാഡ് ചെയ്തിട്ടുണ്ടപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. Just I was like doing all these things like while I was doing my masters. Okay, so how you landed on those internships? Like many are trying to get a right internship. അതിപ്പോ ലൈക്ക് നമ്മള് എന്താണ് ഓരോ യൂണിവേഴ്സിറ്റീസ് ലൈക്ക് ഇതുപോലെ ഐസഡ് IITs അവരൊക്കെ ഇന്റേൺഷിപ്പിന് വിളിക്കും, സമ്മർ ഇന്റേൺഷിപ്പിന് വിളിക്കും. നമ്മൾ അതിന് അപ്ലൈ ചെയ്യാം. അതാണ് മെയിൻ ആയിട്ട് ലൈക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ എന്താണ് മേ ബി ലൈക്ക് എന്താണ് പ്രൊഫസേഴ്സിന് ഇമെയിൽ അയക്കുക എന്നതും വുഡ് ബി ഹെൽപ്ഫുൾ ലൈക്ക് എന്താണ് ടു ഗെറ്റ് സെലക്ഷൻ. അങ്ങനെ that's what I like. പിന്നെ സമ്മർ ഇന്റേൺഷിപ്പ് ഐ മീൻ PG കഴിഞ്ഞിട്ട് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് അങ്ങനെ ലൈക്ക് അപ്ലിക്കേഷൻ വഴിയൊന്നും അല്ല. ലൈക്ക് ഐ ഡിഡ് ലൈക്ക് കുറച്ച് ഇമെയിൽസ് അയച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സം ഓഫ് ദം ലൈക്ക് എന്താണ് ചില പ്രോസസ് ലൈക്ക് ഓക്കെ യു ക്യാൻ കം ആൻഡ് ഡു ഇന്റേൺഷിപ്പ് എന്ന്. സോ ലൈക്ക് എന്താണ് എൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിൽ ചെയ്യുകയാണ് ഉണ്ടായത്. Okay, thank you. So you told about your application process and things. So what do you think that made you stand out? Even I don't know. Maybe like എന്താണ് recommendation letters might be like I mean my professors were very supportive like when I was doing masters and I was like ആ സമയത്ത് ഞാൻ നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു. And that might be the reason like they are going like very good recommendation. That's what I think. Okay, so how about the SOPs and LORs? How you I mean it's an important part, right? So അതെങ്ങനെ SOPs and LOR like I don't remember what I was done like I mean 3 years back അല്ലായിരുന്നു. SOPs ലൈക്ക് ഞാൻ മെയിൻ ആയിട്ട് ചെയ്ത് എന്താന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ എൻ്റെ എങ്ങനെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത് എന്നുള്ള ഒരു കാര്യം ഞാൻ ജസ്റ്റ് ലൈക്ക് ഐ വാസ് ബീങ് വെരി ഹോണസ്റ്റ് ലൈക്ക് വിത്ത് മൈ ലൈക്ക് SOP ആൻഡ് ഐ മീൻ SOP മെയിൻലി ബിക്കോസ് എന്താണ് ആ ഒരു എന്താ പറയാ ലൈക്ക് ഐ ജസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി തന്നെ എങ്ങനെയാണ് ഇവിടം വരെ എത്തുക എന്നുള്ള ഞാൻ അതാണ് മെയിൻ ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തതെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. That's what I did. Okay, thank you. So can you talk about the PhD program that's in Rutgers, like the year, the program, the coursework, etc. Coursework, right? Coursework അതേപോലെ PhD നെ കുറിച്ച്. Yes. Okay, I think like ഓരോ ഇവിടെ ഐ മീൻ US ഓരോ ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് ഇപ്പോൾ ചിലപ്പോൾ കെമിസ്ട്രിയിലെ പോലെ ആയിരിക്കില്ല മാത്തമാറ്റിക്സിൽ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ലൈക്ക് ഇറ്റ് വുഡ് വേരി. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈക്ക് ഡിപ്പാർട്ട്മെന്റിൽ the first 2 years, I mean not first 2 years, like we have to take coursework like at least one course in every semester because ഇപ്പോൾ
എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് വി നീഡ് 72 ക്രെഡിറ്റ്സ് അറ്റ്ലീസ്റ്റ് ലൈക്ക് ടു ഗെറ്റ് ദ PhD ഡിഗ്രി ലൈക്ക് 72 ക്രെഡിറ്റ്സ്. അപ്പോൾ ഒരു കോഴ്സിന് 3 ക്രെഡിറ്റ് ആണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ലൈക്ക് ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് ലൈക്ക് 72 ക്രെഡിറ്റ്സിൽ 24 ഷുഡ് ബി റിസർച്ച് ക്രെഡിറ്റ്സ്. ആൻഡ് അത് നമ്മൾ കോഴ്സിനൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട. ലൈക്ക് ആക്ച്വലി ലൈക്ക് ദർ ആർ ടു തിങ്സ് ലൈക്ക് ഐ മീൻ ഞങ്ങൾക്ക് ലൈക്ക് 2 ക്വാളിഫയേഴ്സ് ഉണ്ടാവും. ലൈക്ക് വൺ ഈസ് റിട്ടൺ ആൻഡ് വൺ ഈസ് ലൈക്ക് ഓറൽ ക്വാളിഫയിങ് എക്സാം. അപ്പോൾ like the first written qualifiers should be taken like within the first 2 years, and the oral should be taken like I think തേർഡ് ഇയർ മിഡ്. അപ്പോൾ ഒരു തേർഡ് ഇയർ പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് ക്വാളിഫയേഴ്സ് എടുക്കണം. അപ്പോൾ സെക്കൻഡ് ക്വാളിഫയേഴ്സ് ദാറ്റ് ഈസ് ഓറൽ വൺ. ഓക്കെ, ഓറൽ ക്വാളിഫയിങ് എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് റിസർച്ച് ലൈക്ക് ക്രെഡിറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ലൈക്ക് 72 24 റിസർച്ച് ക്രെഡിറ്റ് ആയിരിക്കണം. ആൻഡ് ലൈക്ക് ഐ തിങ്ക് 24, and then like whatever the remaining like 52 right, 48 right, yeah, 48 should be like the course credit. അപ്പോൾ 48ൽ ഒരു കോഴ്സിന് 3 ക്രെഡിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മാക്സിമം കോഴ്സ് ലൈക്ക് എന്താ പറയാ, അപ്പം സിൻസ് ലൈക്ക് വി ആർ ഡൂയിങ് PhD ഒരു സെമിസ്റ്ററിൽ തന്നെ എൻ്റെ കോഴ്സ് ലൈക്ക് 3 കോഴ്സ് ഒന്നും എടുത്ത് നമുക്ക് അങ്ങനെ ഇതാക്കാൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഗോണ ബി ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ദ കോഴ്സ് വർക്ക് ആൻഡ് the research. അപ്പോൾ ഓരോ സെമിസ്റ്ററിലും അറ്റ്ലീസ്റ്റ് 1 കോഴ്സ് എങ്കിലും രജിസ്റ്റർ ചെയ്താലേ ഉള്ളൂ വി വുഡ് ബി ഏബിൾ ടു ലൈക്ക് കംപ്ലീറ്റ് ദാറ്റ് ലൈക്ക് 48 ക്രെഡിറ്റ്സ് 52 ക്രെഡിറ്റ്സ് ലൈക്ക് ആ ഒരു PhD കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ദാറ്റ്സ് വാട്ട് ലൈക്ക്, ബട്ട് ഐ ഹാവൻ ഹേർഡ് ലൈക്ക് എനിത്തിങ് അബൌട്ട് ഐ മീൻ about like this from any other departments, especially from chemistry or physics, like they might have like, but എന്താണ് കോഴ്സ് വർക്ക് ഇത്ര മാൻഡറ്ററി ആണെന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ still I'm doing some course works. That's right. I'm in third year and yeah. Okay. So you talked about TA, that is TNGA. I'll explain to you about it and how. TA is like it's teaching assistantship, and നമ്മൾ സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യണം, ലൈക്ക് അണ്ടർഗ്രാഡ്സിനെ ടീച്ച് ചെയ്യണം. അപ്പോൾ അതൊരു സെമിസ്റ്ററിൽ ലൈക്ക് ഒരു കോഴ്സ് ഉണ്ടാവുള്ളൂ. വലിയ വൺസ് ഇൻ എ വീക്ക് നമുക്ക് എന്താണ് ഒരു 3, ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് എനിക്ക് 3 ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ 3 ക്ലാസ്സസ് ലൈക്ക് എന്താണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ലൈക്ക് നമുക്കിങ്ങനെ ടീച്ച് ചെയ്യണം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ലൈക്ക് എനി സബ്ജക്ട്. നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണം, നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ടോപ്പിക് ഐ മീൻ ഏത് സബ്ജക്ട് വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഒരു അറൗണ്ട് ലൈക്ക് 70 to 80 സ്റ്റുഡൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ക്ലാസ് റൂമിൽ അതാണ് TA. പിന്നെ J is like it's a graduate fellowship, like I mean നമുക്ക് ടീച്ചിങ് ചെയ്യണ്ട, like just we only have to do research, so we don't have to like spend time for the TA and all. That's the thing. Yeah. Okay, so you don't have to spend time. I was going to ask how you manage all this. Okay. Okay, so can you talk about the university, the Rutgers University? And if that's how it's correctly pronounced. Yeah. So Rutgers University, what I also know is like I mean Rutgersന് like എന്താ പറയാ, വേറെ ഡിപ്പാർട്ട്മെന്റ് റാങ്കിങ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് മാത്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റിയലി ഗുഡ്. ലൈക്ക് റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി മാത്സ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് like I think 19 like 19 all over the world എടുത്ത് നോക്കുകയാണെങ്കിൽ റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി മാത്സ് ഡിപ്പാർട്ട്മെന്റ് is in 19 rank or something like. Yeah. Okay, can you talk about the more opportunities that the university gives, like cultural, socio-cultural things like exposure we get? Exposure like ഞാൻ അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പൊതുവെ ഇൻവോൾവ് ആവാറില്ല. ലൈക്ക് ഐ എം ജസ്റ്റ് എന്താണ് സ്റ്റഡീസിൽ മാത്രം, ഐ മീൻ what I am doing, like that's what I'm only doing, so I'm not fully aware of that. Okay, so a student, the curriculum, the study things, everything is different from India. So how do you balance that? I mean, you were in the universities in India at the same time. It's different, I guess. I didn't get your question. Okay, like, the Indian education system is different. Okay. Yeah, from what you are doing right now. So how do you manage it? And how surprising it is, like, yeah. Like initially it was really difficult for me, like എനിക്ക് ഞാൻ
ഐ മീൻ ലൈക്ക് എല്ലാ ഇന്ത്യൻ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എസ്പെഷ്യലി ലൈക്ക് IITs ആൻഡ് IISc, ദാറ്റ്സ് ലൈക്ക് സയൻസ് സ്റ്റുഡൻസിന് അതാണ് ടോപ്പ്. ലൈക്ക് IISc അല്ലെങ്കിൽ അതൊക്കെയാണ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അവിടെ നിന്ന് ഞാൻ ജാമ്യയിലായിരുന്നു. ലൈക്ക് ഓക്കെ. അപ്പോ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇനിഷ്യലി വന്നപ്പോൾ ഒരു ലൈക്ക് റിയലി ലൈക്ക് ഡിഫിക്കൽട്ട് ഫോർ മീ, ബിക്കോസ് നമ്മൾ കോഴ്സ് വർക്ക് എടുക്കുകയാണെങ്കിലും വി ഹാവ് ടു ലൈക്ക് do assignments every week, and like the constant evaluation and all those things. Like it was I mean, those were like really difficult for me, but I did manage somehow, like but ഞാൻ back in India like പക്ഷെ അങ്ങനെ നമ്മൾ ലൈക്ക് വീക്ക്ലി അസൈൻമെന്റ്സ് നമ്മൾ കുറച്ചും കൂടെ ഒരു നമ്മൾ എന്താണോ പഠിക്കുന്നത് വി ആർ ജസ്റ്റ് ലൈക്ക് അപ്ലൈങ് ദാറ്റ് ടു ഡു അസൈൻമെന്റ്സ്. ഓക്കെ, ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ദ അപ്ലിക്കേഷൻസ് ഓഫ് വാട്ട് ആർ വി സ്റ്റഡിങ്. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ കണ്ടത്. പക്ഷെ ബാക്ക് ഇൻ ഇന്ത്യ ലൈക്ക് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ദാറ്റ്. അതിപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമായിരിക്കും മേ ബി. ബാക്ക് ഇൻ ഇന്ത്യ ഞാൻ പറയുന്നത് IITസും IISറിൻ്റെയും കാര്യമല്ല പറയുന്നത്, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് the undergrads and like this not all central universities, but at least in Jamia. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പെട്ടെന്നൊരു ലൈക്ക് ആ ഒരു ചേഞ്ച് എനിക്ക് തുടക്കത്തിൽ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ലൈക്ക് ഇൻ മൈ ഫസ്റ്റ് ഇയർ ബിക്കോസ് ഫോർ us like I mentioned earlier, like the coursework are, I mean the courses are like really important. അപ്പോൾ നമ്മൾ നല്ല പെർഫോം ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികളുമായിട്ട് എന്താണ് ലൈക്ക് കമ്പയർ ചെയ്യുമ്പോൾ ദേ ആർ ലൈക്ക് ഐ മീൻ അവർ അണ്ടർഗ്രാഡിൽ തന്നെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്, റൈറ്റ്? ദിസ് അസൈൻമെന്റ് സിസ്റ്റം ആൻഡ് ദ എക്സാംസ് ആൻഡ് ലൈക്ക് ഓൾ ദോസ് തിങ്സ് ലൈക്ക് അണ്ടർഗ്രാഡ്സിന് മൂലം അവർ പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് വി ഫീൽ ദാറ്റ് ഡിഫറൻസ്. എന്താ പറയുക, ലൈക്ക് ദേ ആർ ഡൂയിങ് ലൈക്ക് വെരി വെൽ ലൈക്ക് ആൻഡ് അങ്ങനെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ പിന്നെ ലൈക്ക് യാ ലൈക്ക് eventually like we will cope. I mean we will adjust. Okay, like I mean we will catch up everything. Yeah. Okay. What might be that one thing that you have to, what that one advice you have to give to, these people who are dreaming of pursuing a PhD or whatever in another country? Not specifically in maths, whatever, മെയിനായിട്ട് ലൈക്ക് ഐ മീൻ നമ്മൾ US ഇപ്പോൾ ഐ മീൻ യൂറോപ്പും US കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് വി ലൈക്ക് US PhD ചെയ്യാൻ വരുമ്പോൾ ലൈക്ക് എന്താ പറയുക, നമുക്കൊരു ഒരു സ്പെസിഫിക് ടോപ്പിക്ക് മൈൻഡിൽ വേണമെന്ന് നിർബന്ധമില്ല. ലൈക്ക് ലൈക്ക് ഐ മീൻ ഐ തിങ്ക് ഐ മീൻ എസ്പെഷ്യലി ഇൻ മാത്തമാറ്റിക്സ്. ഓക്കെ, നമുക്കൊരു ഫസ്റ്റ് 2 years നമുക്ക് ഇനഫ് ടൈം ഉണ്ടാവും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ബട്ട് ലൈക്ക് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നോളജ് ഉണ്ടാക്കി വരികയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ലൈക്ക് റിയലി ഹെൽപ്ഫുൾ. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് എല്ലാം ഓക്കെ ലൈക്ക് വി ആർ ഗോണ ഗോ ഫോർ PhD ആൻഡ് ലൈക്ക് വി വുഡ് ഗെറ്റ് എവറിത്തിങ് ഐ മീൻ ഫ്രം ഹിയർ ലൈക്ക് ദാറ്റ്. അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക്, ഐ മീൻ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ലൈക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കേട്ടുള്ള എന്താണ്, അവർ നേരെ ഡയറക്റ്റ് ദേ ആർ ഗോണ ഫോർ PhD. ലൈക്ക് ഐ മീൻ എന്താണോ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് തന്നെ പോകണം. പക്ഷെ US വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാക്കി വരുന്നത് വളരെ നല്ലതാണ്. പിന്നെ വേറെ അഡ്വൈസ് ഐ ഡോണ്ട് നോ. ഐ ആം നോട്ട് ഗുഡ് ഫോർ ദാറ്റ്. Okay. Have you had any like researchന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് research പേപ്പേഴ്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ മുന്നേ? Or any area? I didn't have like something like that. ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നിട്ടാണ് ആദ്യം like initially I was under one professor like like for 1.5 years, and then later I switched my professor just because I couldn't handle him. അതുകൊണ്ട് ഞാൻ മാറി. അപ്പോൾ പിന്നെ ഞാൻ മാറിയത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്. സോ ഇറ്റ്സ് പോസിബിൾ ഓവർ ഹിയർ. ലൈക്ക് അതൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഐ മീൻ റിസർച്ച് ചെയ്ത് 1.5 yearsന് ശേഷം ലൈക്ക് മാറാന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ മീൻ ഇറ്റ്സ് അത് പോസിബിൾ ആണ്. ആൻഡ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്ക് ലൈക്ക് ഐ മീൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ആൻഡ് അതിൽ എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഹാവ് ഡിസൈഡ് ലൈക്ക് ആഫ്റ്റർ കമ്മിങ് ഹിയർ. Okay. So what's your right now? What's your area of study or interest or research? I'm doing like the inverse scattering problems. I don't know, like നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ
MRI സ്കാൻ ഒക്കെ എടുക്കുമ്പോൾ ലൈക്ക് നമ്മൾ വി ആർ സെൻഡിങ് സം വേവ്സ് റൈറ്റ് ലൈക്ക് വാട്ട് എവർ ആൻഡ് വി ആർ ട്രൈങ് ടു ഐഡന്റിഫൈ ലൈക്ക് ദ ഒബ്ജക്ട് ലൈക്ക് ദ സ്ട്രക്ചർ ഓഫ് യുനോ ആ ഒരു സ്കാറ്റർ എന്ന് പറയും നമ്മൾ വേവ് സെൻഡ് ചെയ്യുമ്പോൾ അത് ലൈക്ക് അപ്പോൾ അത് ആ ഒരു സ്കാറ്ററിന്റെ സൈസോ അല്ലെങ്കിൽ ലൈക്ക് അതിന്റെ ഷേപ്പോ ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഐ മീൻ അതാണ് ദാറ്റ്സ് വാട്ട് MRI ഈസ് റൈറ്റ്. അപ്പോൾ എന്താണ് ഞാൻ അതാണ് ചെയ്യുന്നത്. ബട്ട് ലൈക്ക് ഐ മീൻ ദിസ് ഇസ് ലൈക്ക് നോട്ട് ആൻ എഞ്ചിനീയറിംഗ് സ്റ്റഫ് ലൈക്ക് എഞ്ചിനീയേഴ്സ് ആർ ഓൾസോ ഡൂയിങ് ദ സെയിം ബട്ട് വി ആർ ലൈക്ക് നമ്മൾ എന്താണ് മാത്തമാറ്റിക്കൽ വേയിലാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. Okay, thank you. That's very interesting to hear. And what's the future opportunities that you see for PhD graduates in mathematics, especially those in this academy? സത്യം പറഞ്ഞാല് ലൈക്ക് ഓക്കെ വൺ തിങ് ഞാൻ അങ്ങനെ ഭയങ്കര ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു PhD സ്റ്റുഡൻറ്. ഐ മീൻ ഈവൻ നൗ ഓക്കെ ഐ എം നോട്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബട്ട് വി ക്യാൻ ഡു ലൈക്ക് എല്ലാവരും പറയും PhD ചെയ്യണമെങ്കിൽ നല്ല ഹൈ മോട്ടിവേഷൻ വേണം. അതൊന്നും എപ്പോഴും സത്യമായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ ലൈക്ക് വി ക്യാൻ ഡു PhD ലൈക്ക് ഐ മീൻ ഇഫ് യു ആർ നോട്ട് ലൈക്ക് അങ്ങനെ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാം. ബട്ട് ഐ എം നോട്ട് ലൈക്ക് ഞാൻ അങ്ങനെ വേണമെന്ന് പറയുന്നില്ല. ബട്ട് അപ്പോൾ ലൈക്ക് ഞാൻ മാത്സിൽ ലൈക്ക് എല്ലാവരും പറയും ഓ യു ആർ ലൈക്ക് യു ആർ നോട്ട് ഗോണ ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ഇൻ ഇൻഡസ്ട്രി ആൻഡ് ഓൾ. അക്കാദമിയിലേക്ക് പോകാനാണെങ്കിൽ നല്ല ചാൻസ് ഉണ്ടാവും. ആൻഡ് ഐ ഫീൽ ലൈക്ക് അക്കാദമി ഈസ് ലൈക്ക് വെരി ടോക്സിക് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ദാറ്റ്. ലൈക്ക് അങ്ങോട്ടേക്കും എനിക്ക് താല്പര്യമില്ല. ആൻഡ് ഇൻഡസ്ട്രി ദാറ്റ്സ് വൈ ലൈക്ക് ഇപ്പൊ ലൈക്ക് what I'm doing right now is like the inverse scattering problems, and I think like that does have like a lot of opportunities in industries. Like I mean kind of ഞാനിപ്പോ കമ്പ്യൂട്ടേഷനിലും ചെയ്യുന്നുണ്ട് റൈറ്റ് ലൈക്ക് I mean programming and all. So അതെല്ലാം കൊണ്ട് I think I mean I haven't explored like എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നുള്ളത് ഞാൻ കാരണം എനിക്കിനി 3 more years കൂടെ എൻ്റെ മുന്നിലുണ്ട്. സോ ലൈക്ക് ദിസ് ഇസ് ഇതൊരു കറക്റ്റ് ടൈം അതിനെപ്പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കറക്റ്റ് ടൈം ആണെന്ന് എനിക്ക് തോന്നിയില്ല. സോ ഐ ഹാവൻ ഡൺ ദാറ്റ് യെറ്റ്. ബട്ട് ഐ ഫീൽ ലൈക്ക് എൻ്റെ പ്രൊഫസറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്ത കുറച്ച് ആളുകൾ ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ടുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ഐ എം ഓൾസോ ലൈക്ക് ഗോയിങ് ടു ഡു ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു going to like going to academia, and I don't want to go to academia. It's just like that. Okay, so what is the most interesting part? You took your like PhD ആയിക്കോട്ടെ അല്ലെങ്കിൽ country change ചെയ്തിട്ടുണ്ടായിക്കോട്ടെ, what might be the interesting part? Not about the studies, but also ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ US വന്ന് ഇവിടെ I don't know. Okay, so before coming here, like ഞാൻ PhD masters കഴിഞ്ഞിട്ട് I was at NIT Trichy like for I mean 5 months or 4 to 5 months like for doing my PhD, and അവിടെ നിന്നപ്പോൾ ലൈക്ക് ഐ ഹാഡ് സി നമ്മൾ US വരുമ്പോൾ എന്താ പറയാ ഇറ്റ്സ് നമ്മൾ ലൈക്ക് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് റിയലി ഗുഡ്. ഓക്കെ നമുക്ക് അതിൽ നല്ലൊരു എക്സ്പോഷർ ഉണ്ടാവും. ലൈക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെൻ വി കമ്പയർ ഓൾ ദ തിങ്സ് ബാക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ NIT തൃശ്ശൂർ നിന്നപ്പോൾ ലൈക്ക് ഐ ഹാഡ് റിയലി ഗുഡ് ലൈക്ക് എന്താ നല്ലൊരു ഫ്രണ്ട്സും ലൈക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ബട്ട് ഇവിടെ വരുമ്പോൾ നമുക്കത് എസ്പെഷ്യലി ലൈക്ക് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് എനിക്കറിയണത്. കാരണം ഇറ്റ്സ് ലൈക്ക് ഇൻ മൈ ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് ഇന്ത്യൻസ് ആർ വെരി ലെസ്, ആൻഡ് ലൈക്ക് ഇന്ത്യൻസ് ഇല്ല, അധികം ചൈനീസ് സ്റ്റുഡൻസ് ആണ്. ആൻഡ് പിന്നെ കുറച്ച് ലൈക്ക് ഇവിടുത്തെ ആൾക്കാരുണ്ടാവും. അപ്പോ ആ ഒരു എന്താണ് പറയാ ലൈക്ക് ഈവൻ ഇറ്റ്സ് ലൈക്ക് നമ്മള് അക്കാദമിക്സ് ലൈക്ക് ഐ മീൻ വാട്ട് ലൈക്ക് ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലതാണെങ്കിലും നമ്മുടെ ലൈക്ക് എന്താ പറയുക നമ്മളിവിടെ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്ടിലപ്പം മാതിരിയല്ല, കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും. ആൻഡ് ഇറ്റ് വാസ് റിയലി ലൈക്ക് അതെനിക്ക് തുടക്കത്തിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യണം. ഐ എം നോട്ട് ലൈക്ക് ജസ്റ്റ് ഇത് വെറുതെ പറയുന്നതല്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് വി ഹാവ് ടു സ്ട്രഗിൾ അലോ. പക്ഷെ നമുക്ക് വന്ന് ലൈക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ചുറ്റും ഉണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പം എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ആ ഒരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഐ മീൻ ലൈക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഇപ്പം ഞാൻ എന്താ പറയുക കുറച്ചും കൂടെ ഓക്കെ ഐ എം ഡൂയിങ് ലൈക്ക് എ ഗുഡ് ജോബ്. ബിക്കോസ് എവിടെ പോയാലും അതൊരു ലൈക്ക് നമുക്കൊരു
എന്താ പറയാ പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതായിരിക്കും ലൈക്ക് ഞാന് what was your question? I totally forgot. Like, Most interesting part. Okay, so I think you travel a lot there. I mean, whenever I was asking for a session, you were like, "Yeah, I'm traveling." So I think that's another interesting part. yeah, travel ചെയ്യാൻ yeah, I forgot to say that. I was just like yeah, നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറെ ട്രാവൽ ചെയ്യാൻ പറ്റും ബിക്കോസ് ലൈക്ക് വി ആർ ഗെറ്റിംഗ് ഗുഡ് എമൗണ്ട് ഓഫ് മണി. ഓക്കെ, ഈവൻ നമുക്ക് യു എസിൽ ലൈക്ക് യു എസിന്ന് വേറെ ഇന്റർനാഷണൽ ട്രിപ്സ് പോകാനൊക്കെ ആണെങ്കിലും ലൈക്ക് വി ആർ ഗെറ്റിംഗ് US$, റൈറ്റ്? സോ ലൈക്ക് ഇറ്റ് മസ്റ്റ് ബി ഈസി ഫോർ us, ലൈക്ക് ടു സ്പെൻഡ് ഇൻ അതർ കൺട്രീസ്. അത് കാരണം US$, ലൈക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, വാല്യൂ ഉണ്ടാവുമല്ലോ. കുറെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ ദാറ്റ്സ് ദ മെയിൻ പാർട്ട്, ഐ ഗെസ്. Okay. Yeah. So, can you share any specific skills or tools that you have learned from your PhD? So far, it's been 3 years, right? 2 or 3, yeah. മനസ്സിലായില്ല. The skills or tools that you have learned. ഓ, ലൈക്ക് ടു ഡു മൈ PhD, ലൈക്ക് ഐ മീൻ അതാണോ ഉദ്ദേശിച്ചത്? PhD PhD ഇടയിൽ നമ്മള് they have to be gradually things, right? അപ്പൊ yeah, like I mean it's like just I don't know, like I mean it's just like the program. നമുക്ക് എന്തായാലും ഒരു സ്കിൽസ് എന്തായാലും ഡെവലപ്പ് ചെയ്യണം PhD ചെയ്യാനാണ്. It's gonna be like different from ലൈക്ക് എല്ലാ ഏത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ഓരോ പേഴ്സൺസ്. ലൈക്ക് ഞാൻ ഏൺ ചെയ്തെന്താന്ന് ഐ മീൻ ചെയ്തെന്താന്ന് വെച്ചാൽ ലൈക്ക് മേ ബി ഐ മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ലൈക്ക് ഐ മൈറ്റ് ഹാവ് ബിക്കം ഗുഡ് അറ്റ് ലൈക്ക് coding, because that was that that was not something I did before. So like yeah, that might be it. okay. Otherwise, like all the time I'm just reading and writing something that just like that. Okay. So what do you think like the most misconceptions that's in the നമ്മൾ പറയുന്നില്ലേ PhD-നെ കുറിച്ച് അല്ലെങ്കിൽ പുറത്തുപോയി പഠിക്കുന്നതിനെ കുറിച്ച് പല മിസ്കൺസെപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ? And that changed. Okay, my questions are a bit മിസ്കൺസെപ്ഷൻസ് ഞാൻ കുറെ കേട്ടിരുന്നു. ലൈക്ക് യുഎസിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഗോണ ബി ടു ഡിഫിക്കൾട്ട്, ലൈക്ക് ഇറ്റ്സ് എ വെസ്റ്റേൺ കൺട്രി, വെസ്റ്റേൺ കൺട്രി ആണ്. അതൊക്കെ എനിക്ക് സത്യമായിട്ട് അതൊക്കെ എനിക്ക് ശരിയാണെന്ന് ഫീൽ ചെയ്തു, റൈറ്റ്, ഫ്രം മൈ എക്സ്പീരിയൻസ്. അങ്ങനെ മിസ്കൺസെപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ തോന്നുന്നു. ലൈക്ക് ഐ ഡിഡ്ന്റ് ഹാവ് എനി മിസ്കൺസെപ്ഷൻ അബൌട്ട് ലൈക്ക് about any of ഒന്നിനെ പറ്റി എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. I was just I came here and explored like a lot of things on my own, and I did realize okay, all the things like people were saying about US maybe ശരിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്, റൈറ്റ്? Okay. So other than all these questions, do you have anything to add, like to tell these people about PhD or the US or whatever it is? Other than all these questions I have asked, something that you think you have എന്തെങ്കിലും പോയിട്ട് മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ? എനിക്കിപ്പോ മേ ബി ഉണ്ടാവും, പക്ഷെ ഇപ്പൊ എനിക്കൊന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല. മേ ബി ലൈക്ക് ഐ മീൻ ഇവിടെ ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ they can also, I mean ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മറുപടി പറയും. Okay. So we are getting into that actually. So if anyone has any questions, please feel free to ask. Anything particularly about the subject, the country, or the university? If anyone have any questions, please ask away, or we will be getting into the end of the session. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, അതായത് ഇപ്പോ PhD പറഞ്ഞു, അപ്പോ നിങ്ങളിപ്പോ ഇതിനു മുന്നേ ചെയ്ത ഗ്രാജുവേഷനും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ എന്തായിരുന്നു? അത് എന്ത് സബ്ജക്റ്റ് ആയിരുന്നു? അതൊന്ന് ഷെയർ ചെയ്യോ? ഞാന് എൻ്റെ ലൈക്ക് +2 കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡിഡ് ബാച്ചിലേഴ്സ് ഇൻ മാത്തമാറ്റിക്സ്, പിന്നെ അതിനുശേഷം മാസ്റ്റേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം ജാമിയ. അതല്ലായിരുന്നു ക്വസ്റ്റ്യൻ? Yes. Okay, Mohammed. And if anyone have any more questions, please feel free to ask away.
പിന്നെ എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾ യു എസിലേക്ക് വരുമ്പോൾ ഐ മീൻ അക്കാദമി ഈസ് വൺ തിങ് ആൻഡ് ലൈക്ക് ഐ സെഡ് ലൈക്ക് യു നമ്മളെ നാട്ടിലെ പോലത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഒന്ന് എക്സ്പെക്ട് ചെയ്ത് ഇങ്ങോട്ട് വരരുത് ആൻഡ് ദാറ്റ്സ് ഗോണ ബി ലൈക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ വിട്ട് ലൈക്ക് ഇറ്റ്സ് ഗോണ കിൽ യു സോ I think that might be a new experience, from being very like നമ്മുടെ comfort zone ആയിരിക്കും എവിടെ പോയാലും. Breaking that comfort zone is a new experience, I guess. റൈറ്റ് I think there is another question too. This great, a great matter. PhD. ആഫ്റ്റർ PG എന്തെങ്കിലും റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ ബിഫോർ ഗോയിങ് ടു US? അതെ അതെ ഞാൻ PG കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ഐസ ഭോപ്പാലിൽ നിന്ന് 6 months ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൈറ്റ് ആഫ്റ്റർ ദാറ്റ് ഞാൻ NIT ട്രിച്ചിയിൽ ഒരു 4 months ലൈക്ക് PhDക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു 1 year കഴിഞ്ഞിട്ടാണ് എനിക്ക് PG കഴിഞ്ഞ് 1 year കഴിഞ്ഞിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ആ ഒരു 1 year ലൈക്ക് 4 months there ആൻഡ് 4 months ലൈക്ക് 6 months ലൈക്ക് ഐസ ഭോപ്പാലിനോട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. Okay, thank you. ഇന്ത്യയില് PhDയുടെ എക്സാം ക്വാളിഫൈഡ് ആവുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമോ? ഐ മീൻ അത് ഒരു ഫാക്ടർ ആണെന്നല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മള് നമ്മള് ഇന്ത്യയിൽ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുക, അത് ക്വാളിഫൈ ചെയ്യുക, അതൊക്കെ ഒരു ലൈക്ക് ഐ മീൻ വി ആർ ഗെറ്റിംഗ് മോർ നോളജ് റൈറ്റ്. ലൈക്ക് നമ്മൾ അതിനു വേണ്ടി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ഐ മീൻ ഇഫ് യു ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ് ലൈക്ക് അതിന് ടൈം ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല, പക്ഷെ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ആൻഡ് ലൈക്ക് മേ ബി സം നമ്മൾ അതൊക്കെ ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ പ്രോസസ്സിന് ഇമെയിൽ അയക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ എന്താ പറയാ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ ലൈക്ക് ദാറ്റ് വുഡ് ബി ലൈക്ക് ദാറ്റ് മച്ച് ഹെൽപ്ഫുൾ ബിക്കോസ് നമ്മൾ മെയിനായിട്ട് ക്ലിയർ ചെയ്യേണ്ടത് GRE അല്ലെങ്കിൽ GRE ആണ് മെയിനായിട്ട്. GRE സബ്ജക്റ്റിൽ നല്ല ലൈക്ക് എന്താ പറയാ നല്ല സ്കോർ ഉണ്ടെങ്കിൽ എന്താണ് ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. പക്ഷെ ആ ഒരു GRE സബ്ജക്റ്റ് നമ്മൾ നല്ല സ്കോർ കിട്ടണമെങ്കിൽ ലൈക്ക് പ്രിപ്പയറിംഗ് ഫോർ ദ നെറ്റ് ആൻഡ് ലൈക്ക് അതിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങനെ ആ ഒരു ഇത് കിട്ടുന്നത് ഐ തിങ്ക്. Okay, thank you. So another question is, do our grades matter? എന്താണ് UG അല്ലെങ്കിൽ PG സമയത്തുള്ള ഗ്രേഡ്സ് ഗ്രേഡ്സ് ഓക്കെ ഗ്രേഡ്സ് ഫോർ മീ ഇറ്റ് വാസ് എനിക്ക് മാറ്റർ ആയിരുന്നു. കാരണം നമ്മൾ മെയിനായിട്ട് ലൈക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഗ്രേഡ് ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല, പക്ഷെ ഗ്രേഡ് ഉണ്ടെങ്കിൽ അതൊരു മാറ്ററാണ്, നല്ല ഗ്രേഡ് ഉണ്ടെങ്കിൽ. കാരണം എനിക്ക് UGയിലും PGയിലും അത്യാവശ്യം നല്ല സ്കോർ ഐ മീൻ ലൈക്ക് എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈക്ക് പെർസെൻറ്റേജ് വാട്ടവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചില പ്രോസസ്സിന് ഇമെയിൽ അയക്കുമ്പോൾ ലൈക്ക് ഞാൻ ട്രാൻസ്ക്രിപ്റ്റ് അറ്റാച്ച് ചെയ്യലുണ്ടായിരുന്നു ആൻഡ് സം ഓഫ് ദം ലൈക്ക് വളരെ ഇംപ്രസ് ആയിട്ടുണ്ട് എൻ്റെ സ്കോർ കണ്ടിട്ട്. ഒരുപാട് ഐ മീൻ മൾട്ടിപ്പിൾ ലൈക്ക് നമ്പർ ഓഫ് പ്രൊഫസേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് യു ഹാവ് ടു ലൈക്ക് അപ്ലൈ ഹിയർ. അങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും, അങ്ങനെ ഈവൻ ഇവിടെ നിന്നാണെങ്കിലും. കാരണം അത് എനിക്ക് മാറ്റർ ആയിരുന്നു, എല്ലാവർക്കും അങ്ങനെ ആവണോ നിർബന്ധമില്ല. Okay, thank you. And the next question is, does your university offer a PhD in psychology? I'm not sure that like psychology. Yeah. Okay, thank you. Does anyone have any more questions? Please ask away. Okay. Does my university offer a PhD in psychology? Even I don't know that. Sorry about that. It's fine. Okay. Any more questions? If not, I think ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ടഫാണോ? എനിക്ക് ഇന്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ലൈക്ക് എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ലൈക്ക് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ മെയിനായിട്ട് ഐ മീൻ വെൻ വി ആർ അപ്ലൈങ് ലൈക്ക് ടു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണോ ലൈക്ക് നമ്മൾ ഒരു ലാബിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്റ്റുഡൻസിന് വേണ്ട ഫണ്ട് കൊടുക്കുന്നത് പ്രൊഫസേഴ്സ് ആയിരിക്കും. ഓക്കെ, ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫസർ ആയിരിക്കും ലൈക്ക് അവരുടെ ഗ്രാൻഡ് എന്നൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ എന്താണ് അവർ ലൈക്ക് സം പ്രൊഫസേഴ്സ് ലൈക്ക് ഇന്റർവ്യൂസ് നടത്തി സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. പക്ഷെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ലൈക്ക്
മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇറ്റ്സ് എന്റയർലി ഡിഫറെന്റ്. മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ പ്രോസസ്സിന് അധികം ഫണ്ട് ഉണ്ടാവില്ല, ബിക്കോസ് വി ആർ ജസ്റ്റ് ഡൂയിങ് ദ തിയറട്ടിക്കൽ സ്റ്റഫ്, റൈറ്റ്? നമ്മൾ ലാബിൽ ചെയ്ത് വി ആർ നോട്ട് ജനറേറ്റിംഗ് ലോഡ് ഓഫ് ഡേറ്റാസ്, യുനോ. അതൊരു പുറത്ത് കൊടുത്ത ഹെൽപ്ഫുൾ അങ്ങനെ കേസിലാണ് നമുക്ക് ഗ്രാൻഡ് അധികം കിട്ടുക. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഫണ്ട് തരുന്നത്. അങ്ങനെയുള്ള കേസിൽ എന്താണ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻ നോക്കി ലൈക്ക് ഇന്റർവ്യൂവിൽ വിളിക്കൽ കുറവാണ്. ലൈക്ക് ഞാൻ അറൌണ്ട് ലൈക്ക് എന്താണ് 7 to 10 യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്തു. എവിടെ നിന്നും എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. യാ, ഇറ്റ്സ് ഡിഫറെന്റ് ലൈക്ക്. Okay, thank you. Any more questions? What do you think about benefits of getting into industry with a PhD? What are the things to do for getting into industry PhDs? What do you think about benefits of getting into industry with a PhD? Maybe like okay, this is like okay. നമ്മൾ എന്താണ് PhD വെച്ച് ഇൻഡസ്ട്രി പോവുകയാണെങ്കിൽ വി ആർ ഗോണ ഗെറ്റ് ലൈക്ക് സം ഗുഡ് പൊസിഷൻ, റൈറ്റ്? ലൈക്ക് മാസ്റ്റേഴ്സ് ചെയ്തിട്ട്. ബട്ട് ഞാൻ കുറെ ലൈക്ക് എന്താണ് ഇതുപോലെ എന്താ പറയാ, ലൈക്ക് കുറെ ഇറ്റ്സ് നോട്ട് മീംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ലൈക്ക് മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ചില ആൾക്കാർ ജോബിന് കയറും, പിന്നെ ലൈക്ക് നമ്മൾ PhD പോകും, അവർ വിത്തിൻ 5 years ലൈക്ക് അവർ കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലേക്ക് എത്തിലുണ്ടാവും. PhD കഴിഞ്ഞിട്ട് നമ്മൾ ലൈക്ക് ചിലപ്പോൾ അവർ സെയിം പൊസിഷനിലേക്ക് ആയിരിക്കും എത്തിലുണ്ടാവുക. അപ്പോ ഇൻഡസ്ട്രിയിലേക്ക് it's kind of like a tricky question. What do you think? Yeah, like I mean, PhD ചെയ്യണം എന്നുണ്ടെങ്കിൽ PhD ചെയ്യുക, എന്നിട്ട് ഇൻഡസ്ട്രിയിലേക്ക് പോവാ. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി കൂടുതലായിട്ട് പറയാം. Yeah. Anyway, like my plan was not like initially എൻ്റെ പ്ലാന് എന്താ ഇൻഡസ്ട്രിയിലേക്ക് പോകാനായിരുന്നില്ല. Okay, I was planning to go to academia and അതുകൊണ്ടാണ് ഞാൻ PhD ചെയ്തത്. ആൻഡ് ഐ വാസ് പ്ലാനിങ് ടു ഗോ ഫോർ പോസ്റ്റ് ഡോക് ലൈക്ക് റൈറ്റ് ആഫ്റ്റർ മൈ PhD. ബട്ട് ഇവിടെ PhD is like റിയലി ലൈക്ക് ഇന്ത്യ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ തോന്നിയോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ടോക്സിക് ആസ് what I എന്താണ് ഞാൻ കേട്ടിട്ടുള്ള അത്രയും ടോക്സിക് എല്ലാം തോന്നിയത് കൊണ്ടാണ് ഇവിടെ വന്ന് PhD ചെയ്ത്. I was planning to go for postdoc, but now I feel like okay, I don't think like I can handle all these things like എന്ന് തോന്നിയത് കൊണ്ട് I decided to go to industry. So എനിക്കങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടതുകൊണ്ടല്ല ഞാൻ PhDക്ക് വന്നത്. I was initially I had a plan to go to academia. That's why I started doing PhD. Now I changed my mind. That's it. Okay, thank you. Another question is, which English proficiency test is more valid, like IELTS or TOEFL? അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ലൈക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് എന്തും എടുക്കാം. ലൈക്ക് ചില ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഐ മീൻ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ റിക്വയർമെന്റ്സ് ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ IELTSന് ഇത്ര സ്കോർ, TOEFLന് ഇത്ര സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു യൂണിവേഴ്സിറ്റി റിക്വയർമെന്റ്. മേ ബി അതായിരിക്കും അത് എന്നെക്കാൾ നന്നായിട്ട് ആൻസർ ചെയ്യാൻ വരുന്ന വർക്കായിരിക്കും. ലൈക്ക് റൈറ്റ്, ഞാൻ എടുത്തത് ലൈക്ക് എന്താണ് IELTS ആണ്. ആൻഡ് ഐ ഹാഡ് അറൌണ്ട് ലൈക്ക് 7.5 or something. I don't remember. Yeah. Okay. I think. And any more questions? Is IELTS നെസസറി അല്ല. നെസസറി അല്ല. കാരണം ഞാന് ലൈക്ക് നമുക്ക് ചില യൂണിവേഴ്സിറ്റികളിൽ ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഞാൻ നാട്ടിൽ ജാമിയ റൈറ്റ് MG യൂണിവേഴ്സിറ്റി ആൻഡ് ദെൻ ജാമിയ. അപ്പോൾ നമ്മൾ ലൈക്ക് അവിടെ അവരുടെ ലൈക്ക് മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും അവരുടെ അടുത്ത് നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ലൈക്ക് അത് കാണിക്കാം. അത് കാണിച്ചിട്ട് ഓക്കെ ലൈക്ക് ലൈക്ക് നമ്മൾ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളിൽ ഇത്രയും കാലം ഞാൻ എന്താണ് അവിടെ നിന്ന് ഇത്രയും കാലം എൻ്റെ മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഒക്കെ അവിടെ നിന്നാണ് ചെയ്തത്. സോ ലൈക്ക് അവരോട് ചോദിക്കുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇമെയിൽ അയക്കുമ്പോൾ അവിടുത്തെ ഗ്രാഡ് അഡ്വൈസർ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഗ്രാഡ് അഡ്വൈസർ ഉണ്ടാവും. അവർക്ക് ഇമെയിൽ അയച്ചു ചോദിക്കുക. സോ ലൈക്ക് ഐ ഹാവ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഇൻ ദിസ് കേസ് ലൈക്ക് ഡു ഐ നീഡ് ടു സബ്മിറ്റ് ദ IELTS ഓർ വാട്ട് എവർ സ്കോർ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും ഓക്കെ യു ഡോണ്ട് നീഡ്, വേണമെന്നോ വേണ്ടെന്നോ പറയും. വേണമെന്ന് പറയുകയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ബിക്കോസ് ദാറ്റ്സ് എ മാൻഡറ്ററി തിങ് ലൈക്ക് അത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ റിക്വയർമെന്റിൽ മാൻഡറ്ററി ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ IELTS എടുക്കുക അല്ലെങ്കിൽ TOEFL എടുക്കുക. അതർവൈസ് ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു.
അങ്ങനെ ഒരു വേയിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പം ഇനി IELTS എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്കോർ നമുക്ക് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ എക്സെപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ അവർ തരികയാണെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു സബ്മിറ്റ് ദാറ്റ് സ്കോർ ആൻഡ് വി ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് മോർ മണി ഓൺ ദാറ്റ്. Okay, thank you. So next question is, this career gap matters for getting into PhD? Is it a problem? കരിയർ ഗ്യാപ്പ് മാറ്റർ ആണോന്ന് ചോദിച്ചാൽ ഇഫ് യു ഹാവ് ലൈക്ക് ഞാനിപ്പോൾ എൻ്റെ മാസ്റ്റേഴ്സ് അതൊരു ഗ്യാപ്പ് 1 year ഗ്യാപ്പ് എടുത്തു. ആ ടൈമിൽ ഐ ഡിഡ് സംതിങ് ലൈക്ക് ഫ്രൂട്ട്ഫുള്ളി റൈറ്റ്, ലൈക്ക് I did some internship, I did some PhD, അല്ലെങ്കിൽ ഇപ്പൊ ജോബിന് കയറുകയാണെങ്കിൽ ഇത്രയും കാലം ജോബ് ചെയ്യായിരുന്നു, വി നീഡ് സംതിങ് ടു ഷോ ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഐ വാസ് ഡൂയിങ് ദീസ് തിങ്സ്. സോ ലൈക്ക് ആ ഒരു ഗ്യാപ്പ് അപ്പോൾ പ്രശ്നമായിരിക്കില്ല. വിത്തൗട്ട് ഹാവിങ് എനി റീസൺസ് ഗ്യാപ്പ്, ഐ മീൻ ഒരു റീസൺ കാണിക്കാതെ ഗ്യാപ്പ് എടുത്താൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വുഡ് ബി ലൈക്ക് that much, yeah. Okay. Why you choose? Why you choose yours? Okay, I asked that question, I guess. Okay. Yeah, like my husband was here, like he's doing PhD here also, so that's why I choose US. Okay, thank you. Any more questions? If yes, please ask, or in the group ചോദിച്ചാലും മതി, comfortable ആവുന്ന please ask. I think that's it. If that's all, let's call it a day. Please ask it. Why Rutgers? എനിക്ക് 4 യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. ആൻഡ് നമ്മൾ മെയിനായിട്ട് ഞാൻ ദെൻ റാങ്കിങ് ചെക്ക് ചെയ്തു. ലൈക്ക് ഐ മെൻഷൻഡ് earlier, like Rutgers has really good ranking, like mathematics department, so that's why I chose Rutgers. Okay. The field of interest, like a number of professors ഇവിടെ ഉണ്ടായിരുന്നു. So yeah. Okay. Any more questions? So I think that's it. So, remote, please ask Mike Konakite ചോദിച്ചോളൂ, കുഴപ്പമില്ല. I think that's it. So let's wind up the session. So thank you, Ansana. It's morning there, I guess, like രാവിലെ തന്നെ. ഇല്ല, ഇവിടെ ഇപ്പോൾ ലൈക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 AM ആയിട്ടാണ്. So like Okay. But like yeah, I really like I honestly don't know, like ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും പ്രോപ്പർ ആയിട്ടാണ് ആൻസർ ചെയ്തതെന്നുള്ളത്. like lot of things are going എന്റെ മൈൻഡിൽ കുറെ കാര്യം, അപ്പോൾ I couldn't answer like every questions, like I don't know, but yeah, it was a nice Okay, it was nice discussion. talking to you. Okay, thank you all for joining, and thank you, Ansana. I think let's end the meeting. So bye. Thank you. Yeah. Bye.